പശ്ചിമ ബംഗാളിൽ വീണ്ടും രാഷ്ട്രീയ പോര്. ബി.ജെ.പി. സർക്കാർ മമതാ ബാനർജിയെ വീട്ടുതടങ്കലിലാക്കിയെന്ന ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. സൗത്ത് 24 പർഗാനാസിലെ ബിരായ്പൂരിൽ 11 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്ഥലത്തെ കലാപം രൂക്ഷമാണ്. കാളിഘട്ടിൽ മമതാ ബാനർജിയുടെയും അഭിഷേക് ബാനർജിയുടെയും വീടുകൾക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചെന്നും പെൺകുട്ടിയുടെ കുടുംബത്തെ മമത കാണാനിരിക്കാനാണ് നടപടിയെന്നും തൃണമൂൽ ആരോപിക്കുന്നു. എന്നാൽ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് തൃണമൂൽ ശ്രമിക്കുന്നതെന്നാണ് ബി.ജെ.പിയുടെ കുറ്റപ്പെടുത്തൽ. ഇതിനിടെ മമതാ ബാനർജിയുടെയും അഭിഷേക് ബാനർജിയുടെയും വീടുകൾക്ക് മുന്നിലെ പോലീസ് സുരക്ഷയുടെ ദൃശ്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നുവെന്ന് തൃണമൂൽ നേതാവ് ഡെറക് ഒബ്രയൻ എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ പറഞ്ഞു. എന്തിനാണ് കേന്ദ്രസേന മമതയുടെയും അഭിഷേകിന്റെയും സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നതെന്നും വീടിനുള്ളിൽ അവരെ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് സുഹൃത്തിന് ജന്മദിന സമ്മാനം വാങ്ങാൻ വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി പിന്നീട് തിരിച്ചെത്തിയില്ല. 4 അംഗ സംഘം കുട്ടിയെ ബലമായി തട്ടിക്കൊണ്ടുപോയതാണെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകി. രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. പരാതി നൽകിയിട്ടും പോലീസ് കൃത്യമായി പ്രതികരിച്ചില്ലെന്നും പെൺകുട്ടിയുടെ കുടുംബം കുറ്റപ്പെടുത്തി. ഞായറാഴ്ച രാവിലെ മൃതദേഹം കുളത്തിനടുത്ത് നിന്ന് ചാക്കിൽ കുത്തി നിറച്ച നിലയിൽ കണ്ടെടുത്തു. മൃതദേഹം നാട്ടുകാർക്ക് കാട്ടിക്കൊടുത്ത ആളെ കുറ്റവാളി എന്നാരോപിച്ച് ജനക്കൂട്ടം തല്ലിക്കൊല്ലുകയും ചെയ്തു. റോഡ് ഉപരോധിച്ച ജനക്കൂട്ടം പോലീസ് വാഹനങ്ങൾ തകർത്തു. പെൺകുട്ടിയുടെ പിതാവുമായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഫോണിൽ സംസാരിക്കുകയും പ്രതികളെ പിടികൂടുമെന്നും ശിക്ഷ ഉറപ്പാക്കുമെന്നും ഉറപ്പുകൊടുക്കുകയും ചെയ്തു. അതേസമയം സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു. മറ്റു 3 പേരെ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും അന്വേഷണത്തിന് 6 അംഗ പ്രത്യേക സംഘം രൂപവൽക്കരിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ ബി.ജെ.പി. പ്രവർത്തകൻ പ്രതിയായ കേസ് ബംഗാളിൽ വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസ് തന്നെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന് മമതാ ബാനർജി ചൂണ്ടിക്കാട്ടി. ബരായിപൂരിലെ സംഭവം വളരെ അപകടകരമായ ഒരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണെന്നും ജനങ്ങൾക്ക് ഇത് സഹിക്കാനാവുന്നില്ലെന്നും അവർ പറഞ്ഞു. മമതയുടെ വീടിന് പുറത്തെ ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരാണ് റോഡിന്റെ ഇരുവശത്തുമായി മാർച്ച് ചെയ്യുന്നത്. മമതയെയും അഭിഷേക് ബാനർജിയെയും വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണെന്ന് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സ്ഥിതി ഇതാണെന്നാണ് മമതാ ബാനർജി പറയുന്നത്.